കൈ ഉയർത്താനാകാതെ നിതീഷ്, കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞ് കോൺഗ്രസ്, നാണം കെട്ട തോൽവി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ്. മഹാസഖ്യത്തിലെ പ്രധാന അംഗമായ കോൺഗ്രസ് ഇത്തവണ ദയനീയമായ പ്രകടനമാണ് പുറത്തെടുത്തത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മത്സരിച്ച 60 സീറ്റുകളിൽ 6 മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തത്. അതായത് കൺവേർഷൻ നിരക്ക് വെറും 10% മാത്രം. ഒരു കാലത്ത് ദേശീയ തലത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും സംസ്ഥാനത്ത് 3ാം സ്ഥാനത്തേക്ക് പാർട്ടി പിന്തള്ളപ്പെടുകയാണ്. 1990-ൽ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് മിശ്രയുടെ കീഴിലായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി അവസാനമായി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിനുശേഷം ചിത്രം മാറി. പിന്നീട് ഒരിക്കലും സംസ്ഥാനത്ത് പ്രബല ശക്തിയായി മാറാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ് നടത്തിയത്. ഇതിൽ കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ക്യാമ്പയിനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ പ്രചരണങ്ങൾ നടന്നു. എന്നാൽ ബീഹാറിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഇത് മതിയാകാതെ വന്നുവെന്നാണ് വ്യക്തമാകുന്നത്. വോട്ടർമാരുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും ബീഹാറിലെ വോട്ടർമാർ നേരിടുന്ന പ്രാദേശിക പ്രശ്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോട്ട് ചോരി ക്യാമ്പയിൻ പരാജയമായി മാറി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 27 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. കൺവേർഷൻ നിരക്ക് 38%. എന്നാൽ ഇത്തവണ പാർട്ടിയുടെ പ്രകടനം ഇതിലും മോശം നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനം സഖ്യകക്ഷികളായ രാഷ്ട്രീയ ജനതാദളിന് ഒരു ഭാരമായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇത് മഹാസഖ്യത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുകയാണ്. അതേസമയം NDA കുതിപ്പിൽ പിടിച്ചു നിന്നിരിക്കുകയാണ് ഇടതുപക്ഷം. CPL, CPM, CPI എന്നിവർ ഉൾപ്പെട്ട ബീഹാറിലെ ഇടത് ബ്ലോക്ക് RJD നയിക്കുന്ന മഹാഗത്ബന്ധിലെ പ്രധാന ഗ്രൂപ്പാണ്. 33 സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിച്ചത്. CPL ഇത്തവണ 20 സീറ്റിലും CPI 9 സീറ്റിലും CPM 4 സീറ്റിലുമാണ് ഇത്തവണ ജനവിധി തേടിയത്. നിലവിൽ ഈ 3 കക്ഷികളും കൂടി 8 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. CPIML 6 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ CPIM 1 സീറ്റിലും CPI 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു.